Good morning, students. Today we are going to study latitudes and longitudes. Do you know latitudes and longitudes? No. We can study. Okay. We can study latitudes and longitudes. You just look your textbook. To locate place on Earth, imaginary lines have drawn on its surfaces by geographers. ഭൂമിയിലുള്ള സ്ഥലങ്ങളെ മനസ്സിലാക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ കണ്ടെത്താൻ വേണ്ടി അതിന്റെ ഉപരിതലത്തിൽ ഉപരിതലത്തിൽ സാങ്കല്പിക രേഖകൾ എന്ത് ചെയ്തിട്ടുണ്ട്, വരച്ചിട്ടുണ്ട്. ടു ലൊക്കേറ്റ് പ്ലേസ് ഓൺ ദി എർത്ത്, ഭൂമിയിലുള്ള സ്ഥലങ്ങള് imaginary lines have been drawn on its surfaces by geographers. അപ്പോൾ ഈ സ്ഥലങ്ങൾ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ഉപരിതലത്തില് സാങ്കല്പിക രേഖകള് വരച്ചിട്ടുണ്ട്. ഇമാജിനറി ലൈൻസ്, സാങ്കല്പിക രേഖകള്, സർഫേസ് ഉപരിതലത്തില്. They are called, ആ രേഖകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ലാറ്റിറ്റ്യൂഡ്സ് ആൻഡ് ലോങ്ങിറ്റ്യൂഡ്സ്. ആ രേഖകളെ നമുക്ക് ഏത് പേരിൽ അറിയപ്പെടാം, ലാറ്റിറ്റ്യൂഡ്സ് ആൻഡ് എന്നും ലോങ്ങിറ്റ്യൂഡ്സ് എന്നും എന്ത് ചെയ്യാം, അറിയപ്പെടാം. നമുക്ക് നോക്കാം എന്താണ് ലാറ്റിറ്റ്യൂഡ്സ്. ലാറ്റിറ്റ്യൂഡ്, the equator is an imaginary horizontal line that runs around the middle of the earth. ഭൂമിയുടെ മധ്യത്തിലൂടെ സഞ്ചരിക്കുന്ന സാങ്കല്പികമായിട്ടുള്ള ഹൊറിസോണ്ടൽ ലൈൻ ആണേത്, ഇക്വേറ്റർ. ആൻഡ് ഡിവൈഡഡ്, അതോടൊപ്പം തന്നെ എർത്ത് ഇൻടു 2 ഈക്വൽ ഹാഫ് കോൾഡ് ഹെമിസ്ഫിയർ. അതോടൊപ്പം തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, ഭൂമിയെ 2 തുല്യ ഭാഗങ്ങളാക്കിയിട്ട് വിഭജിച്ചിട്ടുണ്ട്. കോൾഡ് ഹെമിസ്ഫിയർ, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഹെമിസ്ഫിയർ എന്ന് പറയുന്നത്. ഏതൊക്കെയാണ് 2 ഭാഗം, ദ നോർത്തേൺ ഹെമിസ്ഫിയർ ആൻഡ് ദ സദേൺ ഹെമിസ്ഫിയർ. വൺസ് മോർ, ദ ഇക്വേറ്റർ ഈസ് ആൻ ഇമാജിനറി ഹൊറിസോണ്ടൽ ലൈൻ ദാറ്റ് റൺസ് അറൗണ്ട് ദ മിഡിൽ ഓഫ് ദി എർത്ത്. ഭൂമിയുടെ മധ്യത്തിലൂടെ സഞ്ചരിക്കുന്ന, റൺസ് അറൗണ്ട് സഞ്ചരിക്കുന്ന സാങ്കല്പികമായിട്ടുള്ള ഹൊറിസോണ്ടൽ ലൈൻ ആണേത്, ഇക്വേറ്റർ. ഇക്വേറ്റർ മീനിങ് ഭൂമധ്യ രേഖ. ആൻഡ് ഡിവൈഡസ് എർത്ത് ഇൻടു 2 ഈക്വൽ ഹാഫ് കോൾഡ് ഹെമിസ്ഫിയർ. ഈ ഭൂമധ്യ രേഖ എന്ത് ചെയ്തിട്ടുണ്ട്, അതോടൊപ്പം തന്നെ ഭൂമിയെ 2 ഭാഗങ്ങളാക്കിയിട്ട് വേർതിരിക്കുന്നുണ്ട്. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഹെമിസ്ഫിയർ എന്ന് പറയുന്നത്. ദ നോർത്തേൺ ഹെമിസ്ഫിയർ ആൻഡ് ദ സദേൺ ഹെമിസ്ഫിയർ. അപ്പോ ആ 2 ഭാഗങ്ങൾ ഏതൊക്കെ പേരിലാണ് അറിയപ്പെടുന്നത്, നോർത്തേൺ ഹെമിസ്ഫിയർ എന്നും സദേൺ ഹെമിസ്ഫിയർ എന്നുമാണ് അറിയപ്പെടുന്നത്. ഹെമിസ്ഫിയർ മീനിങ് അർദ്ധഗോളം, അതായത് ഒരു അല്ലെ, എന്താണ്, ഒരു സർക്കിൾ. ആ സർക്കിളിനെ നടുവിലൂടെ എന്ത് ചെയ്യാണ്, നമ്മളൊരു ഇക്വേറ്റർ, ഒരു ലൈൻ വരയ്ക്കുകയാണ്. അപ്പൊ എന്ത് ചെയ്യുന്നുണ്ട്, 2 ഭാഗങ്ങളായിട്ട് തിരിയുന്നുണ്ട്. അപ്പൊ അതിലൊരു ഭാഗത്തെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഹെമിസ്ഫിയർ എന്ന് പറയുന്നത്. ദ നെക്സ്റ്റ് പോയിന്റ്, ഇമാജിനറി ഹൊറിസോണ്ടൽ ലൈൻ drawn parallel to the equator are called latitudes. ഇക്വേറ്ററിനെ സമാന്തരമായിട്ട് വരക്കുന്ന ഹൊറിസോണ്ടൽ ലൈൻസിനെയാണ് എന്ത് പറയുന്നത്, ലാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. ഇമാജിനറി ഹൊറിസോണ്ടൽ ലൈൻസ് ഡ്രോൺ പാരലൽ മീനിങ് സമാന്തരമായി, ടു ദ ഇക്വേറ്റർ. ഇക്വേറ്ററിന് സമാന്തരമായിട്ട് വരക്കുന്ന സാങ്കല്പികമായ ഹൊറിസോണ്ടൽ ലൈൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ലാറ്റിറ്റ്യൂഡ്സ് എന്ന് പറയുന്നത്. ദേ ആർ ആൾസോ കാൾഡ് പാരലൽ. അതിനെന്തെന്ന് പറയുന്നുണ്ട്, പാരലൽ എന്നും പറയുന്നുണ്ട്. ലാറ്റിറ്റ്യൂഡ് ടെൽസ് us how far north or south a place is from the equator. ഇക്വേറ്ററിൽ നിന്നും, അതായത് ഭൂമധ്യരേഖയിൽ നിന്നും ഒരു സ്ഥലം വടക്കോട്ടാണോ തെക്കോട്ടാണോ എന്നും എന്ത് ചെയ്യുന്നുണ്ട്,
ഈ ലാറ്റിറ്റ്യൂഡ്സ് പറയുന്നത്. ലാറ്റിറ്റ്യൂഡ് ടെല്ലസ് പറയുന്നു ഹൗ ഫാർ ദൂരം, നോർത്ത് ഓർ സൗത്ത്, നോർത്തിലേക്കും സൗത്തിലേക്കും, നോർത്ത് ഒന്നുകിൽ നോർത്ത് അല്ലെങ്കിൽ സൗത്ത്, പ്ലേസ് ഈസ് ഫ്രം ദ ഇക്വേറ്റർ അല്ലെ. അതായത് ഭൂമധ്യരേഖ, ഇക്വേറ്റർ ഭൂമധ്യരേഖ, ഇക്വേറ്ററിൽ നിന്നും ഒരു സ്ഥലം വടക്കോട്ടാണോ തെക്കോട്ടാണോ എന്ന് എന്ത് ചെയ്യുന്നുണ്ട്, ലാറ്റിറ്റ്യൂഡ്സ് പറയുന്നുണ്ട്. ദ ഇക്വേറ്റർ ഈസ് ദ ലോങ്സ്റ്റ് ലാറ്റിറ്റ്യൂഡ്. ഇക്വേറ്റർ ആണെന്ത് ഏറ്റവും ലോങ്സ്റ്റ് ആയ, അതായത് ഏറ്റവും നീളം കൂടിയ ലാറ്റിറ്റ്യൂഡ്. ഇറ്റ് ഈസ് ആൾസോ നോൺ ആസ് 0 ഡിഗ്രി ലാറ്റിറ്റ്യൂഡ്സ്. ഇതിന് ഏത് പേരിലും പറയുന്നുണ്ട്, 0 ഡിഗ്രി, 0 ഡിഗ്രി ലാറ്റിറ്റ്യൂഡ് എന്നും പറയുന്നുണ്ട്. ദെൻ നമ്പറിംഗ് ഓഫ് ദി ലാറ്റിറ്റ്യൂഡ്. വി സ്റ്റാർട്ട് ഫ്രം ദി ഇക്വേറ്റർ, ഭൂമധ്യരേഖയിൽ നിന്നും ആരംഭിച്ച്, ആൻഡ് മാർക്ക് ഇറ്റ് ആസ് 0 ഡിഗ്രി ലാറ്റിറ്റ്യൂഡ്സ്. അപ്പോൾ എന്ത് ചെയ്യാം, ഭൂമധ്യരേഖയിൽ നിന്ന് ആരംഭിച്ച് 0 ഡിഗ്രി അക്ഷാംശ രേഖപ്പെടുത്തണം. അതായത് 0 ഡിഗ്രി അക്ഷാംശം രേഖപ്പെടുത്തണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാണ്, ലാറ്റിറ്റ്യൂഡ്സ് നമ്മൾ വരയ്ക്കുകയാണെങ്കിൽ ഫസ്റ്റ് ഏതാണ് നമ്മൾ ആരംഭിക്കേണ്ടത്, 0 ഡിഗ്രി സെൻട്രലിലൂടെയുള്ള രേഖയാണെന്ത്, ആ ചിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. ഫസ്റ്റ് എന്ത് ചെയ്യുന്നുണ്ട്, ഈ 0 ഡിഗ്രിയിൽ നിന്നും ആരംഭിച്ച് എന്ത് ചെയ്യണം, നമ്മൾ അക്ഷാംശങ്ങളെ രേഖപ്പെടുത്തണം. അതായത് മറ്റുള്ള രേഖകളൊക്കെ എന്ത് ചെയ്യാണ്, പിന്നീടാണ് നമ്മൾ രേഖപ്പെടുത്തേണ്ടത്. The other latitudes are marked from 0 degree to 90 degree on both sides of the equator. ഭൂമധ്യരേഖയ്ക്ക് ഇരുവശത്തായിട്ട് എന്ത് ചെയ്യാം, മറ്റ് അക്ഷാംശ രേഖകളും രേഖപ്പെടുത്തി. അപ്പോ the other latitudes, മറ്റുള്ള latitudes are marked from 0 degree to 90 degree on both sides of the equator. ഭൂമധ്യരേഖയ്ക്ക് ഇരുവശങ്ങളിലായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, മറ്റ് രേഖാംശങ്ങളും രേഖപ്പെടുത്തി. Then third, latitudes are separated by a distance of 1 degree from each other. ലാറ്റിറ്റ്യൂഡ്സുകൾ പരസ്പരം 1 ഡിഗ്രി അകലം കൊണ്ട് എന്ത് ചെയ്യുന്നുണ്ട്, വേർതിരിച്ചിട്ടുണ്ട്. ലാറ്റിറ്റ്യൂഡ്സ് ആർ സെപ്പറേറ്റഡ്, ലാറ്റിറ്റ്യൂഡ്സ് എന്ത് ചെയ്തു, വേർതിരിച്ചു. ബൈ എ ഡിസ്റ്റൻസ് ഓഫ് 1 ഡിഗ്രി ഫ്രം ഈച്ച് അതർ അല്ലെ. അതായത് ലാറ്റിറ്റ്യൂഡ്സുകൾ പരസ്പരം 1 ഡിഗ്രി അകലത്തിലാണ് എന്ത് ചെയ്തിട്ടുള്ളത്, വേർതിരിച്ചത്. അതായത് ഓരോ ലാറ്റിറ്റ്യൂഡ്സും തമ്മിലുള്ള അകലം എന്ന് പറയുന്നത് എന്താണ്, 1 ഡിഗ്രിയാണ്. The North Pole is written as 90 degree north. ഉത്തര ധ്രുവത്തിൽ നമ്മൾ എന്ത് എഴുതും, നോർത്ത് പോളിൽ നമ്മൾ എഴുതും നോർത്ത് ഡിഗ്രി നോർത്ത്. The South Pole is written as 90 degree south. അപ്പൊ സൗത്ത് പോളിൽ ഏത് എഴുതും, 90 degree south എന്നും എഴുതും. Other than the equator, ഇക്വേറ്ററിനെ കൂടാതെ there are 180 degree latitudes drawn on the surfaces of the earth. അതായത് ഈ 0 ഡിഗ്രി എന്ത് ഇക്വേറ്റർ, ആ ഇക്വേറ്ററിനെ കൂടാതെ നമുക്ക് എന്ത് ചെയ്യാം, ഭൗമോപരിതലത്തിൽ, അതായത് സർഫേസസ് ഓഫ് ദി എർത്ത്, ഭൗമോപരിതലത്തില് നമുക്ക് 180 ഡിഗ്രി ലാറ്റിറ്റ്യൂഡ്സുകൾ നമുക്ക് എന്ത് ചെയ്യാം, വരച്ചത് കാണാൻ സാധിക്കും. അപ്പോ വൺസ് മോർ, other than the equator, ഭൂമധ്യരേഖയെ കൂടാതെ there are 180 degree latitudes drawn on the surfaces of earth. അപ്പോ ഭൂമധ്യരേഖയെ കൂടാതെ ഭൗമോപരിതലത്തിൽ എന്ത് ചെയ്തിട്ടുണ്ട്, 180 ഡിഗ്രി ലാറ്റിറ്റ്യൂഡ്സ് എന്ത് ചെയ്തിട്ടുണ്ട്, വരച്ചിട്ട് ഉണ്ട്. ഇനി താഴെ ഒരു പിക്ചർ വിശദീകരിക്കുന്നുണ്ട്, അതെന്ത് ചെയ്യാ നോക്കാം. We already discussed all points. Again I will say, you just look this picture. This is a equator. This is a equator. Equator is a longest latitude. This is a equator. Equator is a longest latitude. Equator is divided into 2 parts. One is northern hemisphere, another one is southern hemisphere. It included some important latitudes. It included some
important latitudes. One is Tropic of Cancer. One is Tropic of Cancer, the 23.5 degree north. Then another Arctic Circle, 66.5 degree north. Then North Pole, 90 degree north. Another side we can see Tropic of Capricorn, 23.5 degree south. Then Antarctic Circle, 66.5 degree south. Then 90 degree south, South Pole. Okay, did you understand? Okay, again I will say Malayalam. ഇതാണ് നമ്മൾ എന്ത് പറയുന്നത്, ഈ 0 ഡിഗ്രി രേഖയാണ് നമ്മൾ ഭൂമധ്യരേഖ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇക്വേറ്റർ എന്ന് പറയുന്നത്. അതിന് ഈ ഭൂമധ്യരേഖയാണ് ഏറ്റവും വലിയ എന്ത് ലാറ്റിറ്റ്യൂഡ്. ഈ ഭൂമധ്യരേഖ എന്ത് ചെയ്യുന്നുണ്ട്, ഭൂമിയെ 2 വശങ്ങളാക്കിയിട്ട് വേർതിരിക്കുന്നുണ്ട്. ഒന്നാണ് നോർത്തേൺ ഹെമിസ്ഫിയർ, മറ്റൊന്നാണ് ഏത് സദേൺ ഹെമിസ്ഫിയർ. നമ്മൾ പറഞ്ഞു ഈ 0 ഡിഗ്രി അല്ലേ. ഇനി ഈ ഭാഗത്ത് എന്ത് ചെയ്യേണ്ടത്, നമുക്ക് 2 അർദ്ധഗോളങ്ങൾ, അതായത് 2 ഹെമിസ്ഫിയർ മീനിങ് അർദ്ധഗോളം, 2 അർദ്ധഗോളങ്ങളാക്കിയിട്ട് ഇതിനെ വിഭജിച്ചിട്ടുണ്ട്. ഇനി ഇതിൽ എത്ര ലാറ്റിറ്റ്യൂഡ്സ് ഉണ്ട് എന്ന് പറയുന്നത് 90 അല്ലേ ലാറ്റിറ്റ്യൂഡ്സ് നമുക്ക് കാണാം. അതേപോലെ എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെയും നമുക്ക് കാണാൻ സാധിക്കും. അതിൽ പ്രധാനപ്പെട്ട ലാറ്റിറ്റ്യൂഡ്സ് ആണ് ഏതൊക്കെ, ട്രോപ്പിക് ഓഫ് ക്യാൻസർ, ആർട്ടിക് സർക്കിൾ, നോർത്ത് പോൾ, ദെൻ സദേൺ ഹെമിസ്ഫിയറിലെ ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ, അന്റാർട്ടിക് സർക്കിൾ, സൗത്ത് പോള്. ഇനി ഈ 2 ഹെമിസ്ഫിയറിലും കൂടി എത്ര ലാറ്റിറ്റ്യൂഡ്സ് ഉണ്ട്, 180 ലാറ്റിറ്റ്യൂഡ്സ് ആണ് ഉള്ളത്. അതിൽ ഇപ്പോൾ നമുക്കിവിടെ 2 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് അല്ലേ, ഇമ്പോർട്ടൻസ് മാത്രമേ എന്ത് ചെയ്തിട്ടുള്ളൂ, നമ്മൾ ഇതിൽ കാണിച്ചിട്ടുള്ളൂ. ഇതിൻ്റെ ഇടയിൽ എന്തുണ്ട്, ഒരുപാട് ലാറ്റിറ്റ്യൂഡ്സ് ഉണ്ട്. ഈ ലാറ്റിറ്റ്യൂഡ്സുകൾ തമ്മിൽ എത്ര ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ഗ്യാപ്പ് ഉണ്ടെന്ന് പറഞ്ഞത് 1 ഡിഗ്രി മാത്രമേ എന്തുള്ളൂ ഇതിന് ഇവ തമ്മിലുള്ള ഗ്യാപ്പ്. അതായത് ഒരു ലാറ്റിറ്റ്യൂഡ്സ്, അതായത് ഈ 0 ഡിഗ്രിയും അതിൻ്റെ അടുത്തുള്ള ഒരു ലാറ്റിറ്റ്യൂഡ്സ് അതും തമ്മിൽ എത്ര ഡിഗ്രി മാത്രമേ ഉള്ളൂ എന്നാണ് പറയുന്നത്, 1 ഡിഗ്രി മാത്രമേ എന്തുള്ളൂ അകലമുള്ളൂ. പിന്നെ അടുത്തത് എന്താണ്, അടുത്തത് 1 ഡിഗ്രി. അങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്, നമുക്ക് ഓരോ ഡിഗ്രിയിലാണ് നമുക്ക് ഇതിൽ ഗ്യാപ്പ് നമുക്ക് കാണുന്നത്. അപ്പോൾ ഇത്രയും ഭാഗം എന്ത് ചെയ്യുക, എല്ലാവരും നന്നായിട്ട് ശ്രദ്ധിക്കുക.